നമസ്കാരം. മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ലോഞ്ചായ സബ് 4 മീറ്റർ ലെങ്തിനുള്ളിൽ നിൽക്കുന്ന ഡിസയർ എന്ന് പറഞ്ഞിരിക്കുന്ന വാഹനമാണ് പോപ്പുലർ വെഹിക്കിൾസിലൂടെ നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഈ വാഹനത്തിന് കുറേയധികം പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെല്ലാം കൂടെ നമുക്കൊരു 4 പോയിന്റിൽ കാറ്റഗറൈസ് ചെയ്യാം. LDFO അങ്ങനെയാണ് ചെയ്യാം. L എന്ന് പറഞ്ഞാൽ ലുക്ക് വൈസ്, D എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവ് വൈസ്, F ഈസ് ഫാമിലി ആൻഡ് O ഈസ് ഓണിങ് ദ കാർ. ഇതാണ് LDFO എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ്. ആദ്യം നമുക്ക് ഇതിൻ്റെ മുൻഭാഗത്ത് നിന്ന് തന്നെ നോക്കാം. വൈഡറായിട്ടുള്ള ഇൻ്റർനാഷണൽ ഡിസൈൻ ആയിട്ടുള്ള ഒരു വൈഡർ ഗ്രില്ലാണ് ഇത് വരുന്നത്. സുസുക്കിയുടെ വലിയ ബാഡ്ജിങ് ഉണ്ട്. ഈ 2 ഫാക്ടേഴ്സ് ഉള്ളത് കാരണം ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയ വണ്ടി വരുന്നതായിട്ടുള്ള പ്രതീതി ഉളവാക്കുന്ന ഡിസൈനാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോണറ്റ് വൈഡറായിട്ടിരിക്കുന്ന ബമ്പർ മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് ബോണറ്റ് ചെറിയൊരു പാർട്ടായിട്ട് മാത്രം മാറിയിരിക്കുകയാണ്. വീണ്ടും നമ്മൾ നോക്കാം ഹെഡ് ലാമ്പ്സ്, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സ് ഉണ്ട്. സോ വിഷൻ ക്ലിയർ ആയിരിക്കും, നൈറ്റ് വിഷൻ ക്ലിയർ ആയിരിക്കും. അതുകൂടാതെ ഡേ ടൈം റണ്ണിങ് മിറേഴ്സ് ഉണ്ട്, ഫോളോ മീ ഹോം ലാമ്പ്സ് ഉണ്ട്. ഇതാണ് ഇതിനകത്ത് അപ്പീലിംഗ്. വീണ്ടും നമ്മൾ റിയറിലേക്ക് വരുമ്പോഴത്തേക്ക് 15 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ഈ 15 ഇഞ്ച് അലോയ് വീൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ അല്ല വാഹനം മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അത് വളരെ അപ്പീലിംഗ് ആയിട്ടാണ് വരുന്നത്. VVT വേരിയബിൾ വാൾവ് ടൈമിംഗ്. മാരുതി സുസുക്കിയുടെ 1200 cc അല്ല 1.2 ലിറ്റർ എഞ്ചിൻ, ഏറ്റവും മികച്ച എഞ്ചിൻ ഉള്ളതാണ്. ഇത് നമുക്ക് മാനുവൽ മോഡൽ അവൈലബിൾ ആണ്, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് മോഡൽ അവൈലബിൾ ആണ്. വശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഹെഡ് ലാമ്പിൻ്റെ അവിടെ നിന്ന് ഒരു ക്രീസ് ലൈൻ ഇവിടെ വരെ വന്നിട്ട് ഏകദേശം ഇൻവിസിബിളായി മാറുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അത് ഡോർ ഹാൻഡിലിൻ്റെ സൈഡ്, റിയർ ഡോർ ഹാൻഡിലിൻ്റെ അവിടെ നിന്നുകൊണ്ട് വീണ്ടും വിസിബിളായിട്ട് സൈഡിലേക്ക് വന്ന് റിയർ കോമ്പിനേഷൻ ലാമ്പിൽ വരികയാണ്. സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ലിക്വിഡ് ഡിസൈൻ പോലെ തോന്നും, ഒഴുകി നടക്കുന്ന ഒരു പ്രതീതി. അപ്പോൾ ദൂരെ നിന്ന് നടക്കുമ്പോഴോ അല്ലെങ്കിൽ സൈഡിലൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വളരെയധികം വലിയൊരു കാറാണെന്നുള്ള പ്രതീതിയാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. ഇതാണ് ഇതിനകത്ത് ലുക്ക് വൈസ് ഏറ്റവും കൂടുതൽ അപ്പീലിംഗ് ആയിട്ടുള്ളത്. റിയർ സൈഡിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, ഒരു വണ്ടി ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം എന്ന് പറഞ്ഞാൽ റിയർ ഡിസൈനിങ്. പക്ഷേ ഇതിൽ മാരുതി വളരെയധികം വിജയിച്ചിട്ടുണ്ട്. അതിമനോഹരമായിട്ടാണ് റിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റയർ കോമ്പിനേഷൻ ലാമ്പ്, സുസുക്കിയുടെ ബാഡ്ജിങ്, അതുകൂടാതെ ഒരു പ്ലേറ്റിംഗ്, സിൽവർ പ്ലേറ്റിംഗ് ആക്സെൻറ്റ് വെച്ചിട്ടുണ്ട്. ZXi+ എന്നുള്ള ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് ഇതിൽ വരിക. റിവേഴ്സ് ക്യാമറയുടെ സെൻസേഴ്സ് ഇവിടെ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നു. മാരുതി സുസുക്കി എന്നുള്ള എംബ്ലവും. റിയർ വിൻഷീൽഡിലാണെങ്കിൽ ഡീഫോഗേഴ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് ഒരു വെഹിക്കിളിൻ്റെ ഹയസ്റ്റ് ആയിട്ടുള്ള ലുക്ക് വൈസ് അപ്പീൽ വരും. സോ അതിനുശേഷം നമ്മൾ വരുമ്പോഴത്തേക്ക് ഡ്രൈവിംഗ് കംഫോർട്ട് ഈ വാഹനത്തിന് ബാക്കിയുള്ള വാഹനത്തെക്കാൾ ഉപരി കൂടുതലായിട്ടുണ്ട്. കാരണം 1200 cc ആണ്, 61 kW ആണ് അതിൻ്റെ പവർ. ടോർക്ക് എന്ന് പറയുമ്പോൾ 113 Nm ആണ് ഇതിൻ്റെ ടോർക്ക്. വീണ്ടും നമ്മൾ അതിൻ്റെ മുൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സ്, ഈ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സും ഡേ ടൈം റണ്ണിങ് മിറേഴ്സും ഫോളോ മീ ഹോം ലാമ്പ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ്. ഡാർക്കിൽ എവിടെയെങ്കിലും വണ്ടി നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം ആ ഹെഡ് ലാമ്പ്സ് നമുക്ക് വഴി തരും. ഹെഡ് ലാമ്പ്സ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വീണ്ടും നമ്മൾ ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഡോസ് വൈഡറായിട്ട് നമുക്കിത് തുറക്കാൻ പറ്റും. ഇതിൻ്റെ ഡോസ് ഇൻസൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് വുഡൻ ഫിനിഷസ് ഉണ്ടാവും. അതിൻ്റെ ഡോർ ഹാൻഡിൽസിൽ വുഡൻ ഫിനിഷസ് ഉണ്ടാവും. സ്റ്റിയറിങ്ങിലാണെന്നുണ്ടെങ്കിലും വുഡൻ ഫിനിഷ് സ്റ്റിയറിങ്ങിലുണ്ടാവും. ഡാഷ്ബോർഡിലും വുഡൻ ഫിനിഷസ് അവൈലബിൾ ആയിട്ടിരിക്കും. കൂടാതെ സിൽവർ ആക്സൻസ് ഇതിൻ്റെ സ്റ്റിയറിങ്ങിലുണ്ട്. കൂടാതെ ഡോർ ഹാൻഡിൽസിലുണ്ട് സിൽവർ ആക്സൻസ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 7 ഇഞ്ചാണ്. സോ വളരെ ഈസി ആയിട്ട് നമുക്കിത് കാണാൻ പറ്റും. സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വളരെ ഈസി ആയിട്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. സ്മാർട്ട് പ്ലേ 4 രീതിയിലാണ്. FM സ്റ്റേഷൻ അവൈലബിൾ ആണ്. കോൾ നമുക്ക് ബ്ലൂടൂത്തിൽ എടുക്കാൻ പറ്റും. നാവിഗേഷൻ സിസ്റ്റമാണ്. സ്മാർട്ട് പ്ലേ സ്മാർട്ട് ഫോൺ ലിങ്ക്ഡ് ആണത്. ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ മിറർ ലിങ്ക്ഡ് ആയിട്ട് വളരെയധികം യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോളാണ്. ദാറ്റ് മീൻസ് ഹാൻഡ്സ് ഓൺ വീൽസ് ആൻഡ് ഐസ് ഓൺ റോഡ്സ്. നമുക്ക് ഇതിലേക്ക് നോക്കാതെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾ ചാനൽ മാറ്റാനോ വോളിയം കൂട്ടാനോ കുറയ്ക്കാനോ മ്യൂട്ടിലാക്കാനോ വളരെയധികം സഹായകരമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ ബ്ലാക്കും ബീജും ഉള്ള കോമ്പിനേഷനാണ്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ബീജ്, ഈ സീറ്റിലാണെന്നുണ്ടെങ്കിൽ ബീച്ച്, ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും ഗിയർ നോബിൻ്റെ പാനലിൽ വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് ബീച്ച് കോമ്പിനേഷനാണ്. ഇത് വളരെയധികം നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് അപ്പീലിംഗ് ആയിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ലുക്ക് വൈസ്, 2 ഡ്രൈവ് വൈസ്. ഇതിനുള്ളിൽ മൈലേജ് കിട്ടുന്ന 22 km/ലിറ്റർ ആണ് പെട്രോളിന് കിട്ടുന്നത്. അത് മാനുവൽ മോഡിലുണ്ട്, അത് നമുക്ക് ഓട്ടോ ഗിയർ മോഡിലാണെങ്കിൽ 2ൻ്റെയും മൈലേജ് 1 ആയിരിക്കും. സോ ആദ്യം നമ്മൾ കണ്ടതുപോലെ തന്നെ അതിൻ്റെ ലുക്ക് വൈസ്, രണ്ടാമത് നമ്മൾ വീണ്ടും കണ്ടതുപോലെ തന്നെ ഡ്രൈവ് വൈസ്, വീണ്ടും ഫാമിലി. F എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഈസ് അബൌട്ട് ദ ഫാമിലി. ആ ഫാമിലിക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഗുണം വെച്ചാൽ ഈ വണ്ടിയിൽ ABS ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം,
എയർ ബാഗ്, അതിനുശേഷം EBD അല്ലെ ബ്രേക്ക് അസിസ്റ്റ്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള സവിശേഷതകളാണ്. ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സ്കിഡ് ആവത്തില്ല. എയർ ബാഗ് ഉണ്ട്, എന്തെങ്കിലും ഇമ്പാക്റ്റ് കൊളീഷൻ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി എയർ ബാഗ്സ് ഉണ്ട്. ഡ്രൈവർ സൈഡ്, കോ ഡ്രൈവർ സൈഡിൽ എയർ ബാഗ്സ് ഉണ്ട്. വീണ്ടും ബ്രേക്ക് അസിസ്റ്റ്, ബ്രേക്കിൻ്റെ ആപ്ലിക്കേഷൻ അല്ല അപ്ലൈ കൂടുതൽ ആക്കാൻ വേണ്ടിയുള്ള ബ്രേക്ക് അപ്ലൈ ഉണ്ട്. അതിനുശേഷം EBD, ഇലക്ട്രോണിക് ബ്രേക്ക് പ്രോസസ് ഡിവിഷൻ. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 4 വീലിൽ ഒരേപോലെ വെയിറ്റ് വരികയും അതൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കൂടാതെ സുസുക്കിയുടെ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയുണ്ട്. ആ ടെക്നോളജി വെച്ചിട്ടുള്ള ഷെല്ലാണ് ഇതിൽ വരിക. എന്തെങ്കിലും കാരണവശാൽ ഒരു ഇമ്പാക്റ്റ് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വെയിറ്റ് പല ഭാഗത്തേക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. വീണ്ടും നമ്മൾ റിയറിലേക്ക് വരുമ്പോഴത്തേക്ക് വെൻ വി കംസ് ടു ദ റിയർ സൈഡ് 3 പേർക്ക് ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇതിനുള്ളിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ലെഗ് സ്പേസ് ഉണ്ട്, ഹെഡ് റൂം ഈസി ആയിട്ടുണ്ട്, ഷോൾഡർ റൂം ഉണ്ട്. അതുകൂടാതെ ഇവിടെ വീണ്ടും വേണമെങ്കിൽ ഒരു ആംബ്രസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ ആംബ്രസ്റ്റിനുള്ളിൽ വീണ്ടും കപ്പ് ഹോൾഡേഴ്സ് വെക്കാം. വേറൊരു ഏറ്റവും പ്രത്യേക സവിശേഷത എന്ന് പറഞ്ഞാൽ റിയറിൽ നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അത് വെക്കാനുള്ള ഒരു ഹോൾഡർ കൂടി ഇവിടെയുണ്ട്. കൂടാതെ ഇതിൻ്റെ ബാക്ക് നമ്മൾ ചാരുന്ന വശം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതൊരു നല്ലൊരു സെഡാൻ്റെ രീതിയിലാണ് മാരുതി സുസുക്കി ഈ വാഹനം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനകത്ത് മ്യൂസിക് സിസ്റ്റമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്നാണ് ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. വീണ്ടും നമ്മൾ വരുമ്പോഴത്തേക്ക് ഫൈനലി നമുക്കിത് ഓൺ ചെയ്യാം. നിസ്സാരമായ ഒരു പ്രൈസ് മാത്രമേ മാരുതി ഡിസയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വണ്ടിക്ക് മാരുതി കൊടുത്തിട്ടുള്ള ആദ്യം. ഇപ്പോഴത്തേക്ക് ബുക്കിംഗ് ഉള്ളതാണ്. ഓൾമോസ്റ്റ് ഇന്ത്യയുടെ ആവറേജ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 50,000 ബുക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ മൂല്യവും വില സിൽവറിൻ്റെയാണ്. സോ വാല്യൂ ഈസ് അബൌട്ട് ദ ഗോൾഡ് ആൻഡ് ദ പ്രൈസ് ഈസ് അബൌട്ട് ദ സിൽവർ. അതാണ് മാരുതി സുസുക്കി ഏറ്റവും പുതിയതായിട്ട് നിങ്ങൾക്ക് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഡിസയർ എന്നുള്ള വാഹനം. ഇനിഷ്യലി ഈ സ്വിഫ്റ്റ് ഡിസയർ എന്നുള്ള പേരിലായിരുന്നു ആദ്യമേ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്ക്. സ്വിഫ്റ്റിൻ്റെ ഒരു ചെറിയ കൂട്ട് നമുക്ക് ഇതിന് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വാഹനമായതുകൊണ്ട് ഡിസയർ എന്ന പേരിൽ മാത്രമാണ് ഇത് അറിയപ്പെടുന്നത്. The essence of the pudding lies in eating. അപ്പോൾ അതുകൊണ്ട് ലെറ്റ് us go for a test drive എടുത്ത് കഴിയുമ്പോഴേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പകല് പോലെ വ്യക്തമാവത്തുള്ളൂ. താങ്ക് യു.